ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര സന്തോഷത്തിലാണ് ഇതിൻ്റെ ഒരു ഭാഗം സാധിച്ച് ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ട് കിട്ടും. അതിൻ്റെ ഡയറക്ടറിനോടും പ്രൊഡ്യൂസേഴ്സിനോടും നമ്മുടെ ക്രൂവിനോടും എല്ലാവരോടും ഇപ്പോഴും വീണ്ടും ഞാൻ താങ്ക്സ് പറയുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു കാലഘട്ടത്തിൽ ശരിക്കും കേരളം മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച ഒരു ഭരണകൂടത്തെ തന്നെ അട്ടിമറിച്ച ഒരു സംഭവമാണ്. ഇതിലേക്ക് ഈ കഥ ഈ ഒരു ആവിഷ്കാര രീതിയിലാക്കി എന്തായിരുന്നു എക്സ്പീരിയൻസ്? ശരിക്കും എനിക്കും ഇതിൻ്റെ കൂടുതൽ അറിയില്ലായിരുന്നു. നമ്മുടെ ഷൂട്ട് തുടങ്ങിയപ്പോൾ ഞാനും ഇതുപോലെ സെർച്ച് ചെയ്ത് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളെല്ലാം അറിയാം. ആ ഒരു റിയൽ സംഭവം നമ്മുടെ സ്ക്രീനിൽ നമ്മൾ കാണുമ്പോഴത്തേക്ക് ശരിക്കും എന്താ പറയുക, നമ്മൾ അത്രയും ഇമോഷണലി ആയിട്ട് കാരണം നമ്മൾ ആ ഒരു നടന്ന സമയം നമ്മളിപ്പോൾ തങ്കമണിയിലുള്ളവരല്ല അല്ലേ, നമ്മളാരും തങ്കമണിയിലുള്ളവരുണ്ട്. പക്ഷെ ഞാൻ ആ ഒരു എന്താ പറയുക കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ച് കറക്റ്റ് കാര്യങ്ങളായിട്ട് അറിഞ്ഞിട്ട് അത് തന്നെയാണോ കാണിക്കുന്നത് എന്നാണ് ഞാൻ ശരിക്കും വായിച്ചത്. പക്ഷെ അത് തന്നെയാണ് ശരിക്കും കാണിച്ചത്. ഭയങ്കരമായിട്ട് നമ്മളെല്ലാവരും തീർത്ത് കരയിപ്പിച്ചത്. ഓക്കെ താങ്ക് യു. ഇതിൻ്റെ അയ്യോ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഒന്നാമത് ഫൈറ്റ് അതൊക്കെ ഭയങ്കരമായിട്ട് മറക്കാൻ പറ്റാത്തൊരു ലൊക്കേഷനായിരുന്നു. ഭയങ്കര സപ്പോർട്ടായിരിക്കും പറഞ്ഞത്. നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്തു. ഇത്രയും വലിയൊരു ആക്ടിലൂടെ ക്രൂവിലൂടെയൊക്കെ എന്താ പറയുക ഒരു ഔട്ട്ലെറ്റ് അഭിനയിക്കാനൊക്കെ പറ്റും. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു തങ്കമണി. സോ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, അഭിപ്രായങ്ങളെല്ലാം അറിയാം. തീർച്ചയായിട്ടും ദിലീപ് സാറായിരുന്നു ഡയറക്ടർ. അതെ 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 എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിരിക്കണം. എല്ലാവർക്കും ഇഷ്ടമായതാണ് പറയുന്നത്. ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്.